എത്തിക്സിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഫ്രോഡ് ട്രയാങ്കിൾ. ട്രയാങ്കിൾ ഹാസ് 3 സൈഡ്സ്. ലൈക്ക്വൈസ് നമ്മൾ ഫ്രോഡ് ട്രയാങ്കിളിൽ ഡിസ്കസ് ചെയ്യുന്നത് ആളുകളെ ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന 3 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സിനെ കുറിച്ചാണ്: പ്രഷർ, ഓപ്പർച്യൂണിറ്റി ആൻഡ് റാഷണലൈസേഷൻ. ഫസ്റ്റ് വൺ, പ്രഷർ. ദിസ് ഈസ് ദ മോട്ടിവേഷൻ ബിഹൈൻഡ് ദ ഫ്രോഡ്. അതായത് ഒരാളെ ഒരു ഫ്രോഡ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകത്തിനെയാണ് നമ്മൾ പ്രഷർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ അയാളുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് കാരണമായിരിക്കാം, അല്ലെങ്കിൽ അയാൾക്കുണ്ടാകുന്ന വർക്ക് പ്രഷർ കാരണമായിരിക്കാം. ഇങ്ങനെ എന്തുകൊണ്ടാണ് അയാൾ ആ ഫ്രോഡ് ചെയ്യുന്നത് എന്നതാണ് പ്രഷർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിംപ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രോഡ് ചെയ്യാനുള്ള നമ്മുടെ മോട്ടീവ് എന്താണോ അതിനെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ഓപ്പർച്യൂണിറ്റി. മീനിങ് പോലെ തന്നെ ഒരാൾക്ക് ഫ്രോഡ് ചെയ്യാനായിട്ട് പറ്റുന്ന അവസരങ്ങളെ അല്ലെങ്കിൽ ചാൻസസിനെയൊക്കെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റിയിൽ പറയുന്നത്. ഇതെന്തുകൊണ്ടായിരിക്കും? വീക്ക് ആയിട്ടുള്ള ഇന്റേണൽ കൺട്രോളും പുവർ സൂപ്പർവിഷനും അതുപോലെ തന്നെ ലാക്ക് ഓഫ് സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ്, ഇത്തരം കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക. ലാസ്റ്റ് വൺ, റാഷണലൈസേഷൻ. നമ്മൾ ചെയ്ത ഒരു ആക്ടിനെ അല്ലെങ്കിൽ നമ്മൾ കമ്മിറ്റ് ചെയ്ത ഫ്രോഡിനെ നമ്മൾ തന്നെ ജസ്റ്റിഫൈ ചെയ്യുന്നതിനെയാണ് റാഷണലൈസേഷൻ എന്ന് പറയാം. അതായത് എല്ലാവരും ചെയ്തു അതുകൊണ്ട് ഞാനും ചെയ്തു. സപ്പോസ് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാഷിന് കുറച്ച് ആവശ്യം വന്നു, നമ്മൾ നമ്മുടെ കമ്പനിയിലിരിക്കുന്ന ക്യാഷ് എടുത്ത് യൂസ് ചെയ്തു, പിറ്റേ ദിവസം നമ്മളത് തിരിച്ചു വെച്ചു. എന്നാൽ നമ്മൾ വിചാരിക്കുകയാണ് ഞാൻ മോഷ്ടിക്കുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ, എടുത്ത പൈസ അങ്ങനെ തന്നെ തിരിച്ചു വെച്ചിട്ടില്ലേന്ന്. പക്ഷേ കമ്പനി അറിയാതെ ഇത് ചെയ്യുന്നത് ഒരു കള്ളത്തരല്ലേ? എന്നാലും നമ്മൾ ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാണ് നമ്മൾ മോഷ്ടിച്ചിട്ടില്ലോ എന്ന്. ഇത്തരത്തിലുള്ള പ്രവർത്തികളാണ് നമ്മൾ റാഷണലൈസേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഫ്രോഡ് ട്രയാങ്കിളിലെ 3 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സിനെ കുറിച്ച് പഠിച്ചു: പ്രഷർ, ഓപ്പർച്യൂണിറ്റി ആൻഡ് റാഷണലൈസേഷൻ. ഇതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി ആണ്. നമുക്ക് നല്ല ഇന്റേണൽ കൺട്രോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ പ്രോപ്പർ സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ് കൊടുത്തുകൊണ്ടും ഒക്കെ ഓപ്പർച്യൂണിറ്റിക്കുള്ള ചാൻസ് കുറയ്ക്കാനായിട്ട് പറ്റും. ഇനി ഒരു കമ്പനിയിൽ ഇത് 3 പ്രസന്റ് ആണെങ്കിൽ അവിടെ ഫ്രോഡിനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. എന്നാൽ ഇത് 3 ഇല്ലെങ്കിലും ഫ്രോഡ് നടക്കാം. ഫ്രോഡിന് നമുക്ക് ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫ്രോഡ് ട്രയാങ്കിൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.